ഹായ്, വെൽക്കം ടു മൈ ചാനൽ കലവറ. നമ്മളിന്ന് പത്തിരിയുടെ അതിലേക്കുള്ളൊരു വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. പല ആളുകളും പത്തിരി ഉണ്ടാക്കിയാൽ നേരാവില്ല എന്ന് കണ്ടു. അപ്പോൾ അടുത്ത് ഞാനൊരു ഷോർട്സ് വീഡിയോ കണ്ടപ്പോഴും കണ്ടു, ഫേമസ് ആയൊരു വീഡിയോ എടുക്കുന്ന ആൾ തന്നെ പത്തിരി ഉണ്ടാക്കിയിട്ട് നേരാവാത്തത്. അപ്പോൾ ഇതാ എല്ലാവർക്കും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പത്തിരി എടുക്കണ പൊടി അറിയാത്തവർ ഫസ്റ്റ് ടൈം ഇങ്ങനെ അല്ലെങ്കിൽ ചെയ്താൽ ശരിയാവാത്തവർ അതൊരു അളവ് പാത്രത്തിലെടുക്കുക. എന്ന് വെച്ചാൽ ഏത് ബൗളിലാണോ നിങ്ങൾ എടുക്കുന്നത് അതേ ബൗളിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനിങ്ങനെ ആ ഒരു കപ്പിൽ 3/4 കപ്പ് പൊടി എടുത്തത്. അപ്പോൾ അതേ കപ്പിൽ 1 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പൊടി പുതിയതായിട്ട് വാങ്ങിയതാണ്. അപ്പം അതിൻ്റെ വേവ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അജ്മിയുടെയാണ്, നല്ല പൊടിയാണ്. എന്നാലും നമ്മൾ ഒരു വെള്ളം തികഞ്ഞിട്ടില്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ വേണം. അപ്പോൾ ഞാൻ കുറച്ച് അധികം വെക്കാൻ വേണ്ടിയിട്ടാണ് 3/4 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം വെച്ചത് കേട്ടോ. അപ്പോൾ അത് ചൂടായി തുടങ്ങിയിട്ട് അതിനൊരു 1/4 ഭാഗം വെള്ളം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് തിളക്കാൻ വെച്ചു. അപ്പോൾ വെള്ളമൊക്കെ വെട്ടി തിളക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലുള്ള ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അത് നമ്മളൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. പറ്റ ലോ ആക്കണ്ട, എന്നാലും ഒരു ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും അതിൻ്റെ ഒരു ഇടയിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ, അധികമൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെട്ടിത്തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ പൊടി ഇടുക കേട്ടോ. ഇങ്ങനെ വെതറി എല്ലായിടും എത്തണ ഒരു തരത്തിലേക്ക് പൊടി ഇടുക കേട്ടോ. എന്നിട്ട് നമ്മളത് നന്നായിട്ട് തന്നെ ഒരു കോലുപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് എല്ലാ വശത്തും എത്തണം. അപ്പം നമുക്ക് വെള്ളം കുറവാണോ എന്നുള്ളത് അറിയാം. എനിക്കൊരു ലേശം കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ മാറ്റി വെച്ച തിളച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തു. മുഴുവനായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ രണ്ടാമത് വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് ഇളക്കി നോക്കിയിട്ട് പാകത്തിന് ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ ഏറെ ചേർത്തതിൽ 1/2 കപ്പ് അവിടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയുടെ അളവും അതിലേറെ 1/2 കപ്പ് വെള്ളം കൂടി എനിക്ക് കൂടുതൽ വേണ്ടി വന്നത് കേട്ടോ. ചില പൊടിക്ക് അതേ അളവ് മതിയാവും, അതുകൊണ്ടാണ് ഞാനങ്ങനെ മാറ്റിയിട്ട് ഇടാൻ പറഞ്ഞത് പൊടി കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ തീ ഓഫാക്കി. നന്നായിട്ട് വേവണം പൊടി കേട്ടോ. ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി അതിന്മേലിട്ടാണ് കുഴക്കണത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ച് കിട്ടും. അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും ചൂടിൽ തന്നെ പെട്ടെന്ന് കുഴക്കണം കേട്ടോ. പൊടി തണുത്ത് പോയാൽ നമുക്ക് പത്തിരി നന്നായിട്ട് കുഴഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ ലേശം വെള്ളം കയ്യുമാക്കിയിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തു കേട്ടോ. ഇപ്പോൾ ഇത് എത്രയും കുഴച്ചിട്ടും കണ്ടോ, എൻ്റെ കയ്യിൽ ഒന്നും പറ്റിയിട്ടില്ല. ഇത് നമ്മൾ ആ വെള്ളത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ. ചിലവർ ഇത് കുഴക്കുമ്പോൾ എണ്ണയാക്കും, പക്ഷെ അങ്ങനെ എണ്ണ അധികം ആയാൽ നമ്മളെ പത്തിരി പൊങ്ങി വരില്ല ചുടുമ്പോൾ. അപ്പം നമ്മൾ പത്തിരി എപ്പോഴും വാട്ടുമ്പോൾ അതിലേക്കൊരു അല്പം 1 ടീസ്പൂൺ മതി എണ്ണ ഒഴിച്ചാൽ നമ്മളെ കയ്യിൽ ഒട്ടുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് അങ്ങനെ കുഴച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ ഇതേപോലത്തെ ഓരോ ഉരുളകളാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉരുളൊക്കെ ഉരുട്ടി ഒരു പ്ലേറ്റിൽ വെച്ചു. എന്നിട്ട് ഇത് ഞാൻ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് അമർത്തിയത് കേട്ടോ. ഒന്ന് നന്നായിട്ട് തന്നെ വെന്ത് കുഴഞ്ഞ് കിട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഞാൻ പലകമ്മ വെച്ചിട്ട് പരത്തിയിട്ടില്ല. എന്നിട്ട് അടുപ്പിൽ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി, നമ്മളെ പത്തിരി ചട്ടി വെച്ച് ചൂടായി. ഇത് നമ്മളാകുമ്പോൾ പെട്ടെന്ന് ചുടൽ കഴിയും 3 ഒരുമിച്ച് ആകുമ്പോൾ. അപ്പോൾ പത്തിരി ഫസ്റ്റ് നമ്മളിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ആവി വരുമ്പോൾ നമ്മളത് മറിച്ചിടണം കേട്ടോ. മറിച്ചിട്ടിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇങ്ങനെ ചെറിയ ബബിൾസ് വരും അതിൻ്റെ മുകളിൽ. അപ്പോൾ ഒന്നും കൂടി മറിച്ചിടുക. ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഒരുപാട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് പത്തിരി വേവിക്കണ്ട. പത്തിരി ഇടുക, ചെറിയൊരാവി വരുമ്പോൾ മറിച്ചിടുക. അതിലിങ്ങനെ ചെറിയ ബബിൾസ് വരുമ്പോൾ ഒന്നും കൂടി മറിക്കുക. അത്ര മതി. അപ്പോൾ ഇതേപോലെ പൊങ്ങി വരും, കണ്ടില്ലേ? നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പത്തിരി നന്നായിട്ട് പൊങ്ങി വരും. ഇങ്ങനെ ആകുമ്പോൾ പത്തിരി നമുക്ക് എത്ര സമയം വെച്ചാലും ബലം വെക്കുകയോ ഹാർഡാവുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല സോഫ്റ്റ് നൈസ് പത്തിരി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ പത്തിരി റെഡിയായി. ഇനി നമുക്ക് ഈ പത്തിരിയിലേക്ക് ഒരു വറുത്തരച്ച ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എടുത്ത് നോക്കുക. ഇതൊരു 300 ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ. അതിലേക്ക് ഒരു സവാള, തക്കാളി,
ഒരു 4-5 ചെറിയുള്ളി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ മുളക് പൊടി, കുറച്ച് ഗരം മസാല കേട്ടോ. ചിക്കൻ മസാല എടുത്തിട്ടില്ല. ചിക്കൻ മസാല ഞാൻ വീട്ടിൽ തയ്യാറാക്കലാണ്, അത് കഴിഞ്ഞു പോയിരുന്നു. അതിൻ്റെ റെസിപ്പി നമുക്ക് മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ, എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളത്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ പോലല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് വീട്ടിൽ ഉണ്ടാക്കുന്ന ചിക്കൻ മസാല. അപ്പോൾ ഇതാ ഞാൻ ഒരു മൺചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച്, നമ്മൾ പത്തിരി ചുട്ട അതേ അടുപ്പിൽ തന്നെ പെട്ടെന്ന് തന്നെ തീയൊക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ സവാള ഇട്ട് വഴറ്റി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഒക്കെ ഇട്ട് വഴറ്റിട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തു പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി. കറിവേപ്പില, തക്കാളി എല്ലാം ചേർത്ത് അത്യാവശ്യം നമ്മൾ മറ്റേ ചിക്കൻ കറി പോലെ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റൊന്നും വേണ്ട, അത്യാവശ്യം ഒരു കുഴഞ്ഞ പരുവാവുന്നവരെ വഴറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച മസാലകളുണ്ടല്ലോ, ആ പൊടികളെല്ലാം അതിലേക്ക് ചേർത്തു. എന്നിട്ടതാ എണ്ണയൊക്കെ തെളിയണ വരെ ഒന്ന് വഴറ്റി കൊടുത്തു. അതിൻ്റെ പച്ചമണമൊക്കെ മാറി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കനും കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി. ചിക്കനിന്ന് ഇറങ്ങുന്ന വെള്ളം മതി. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, കാരണം സാധാ അടുപ്പായതുകൊണ്ടേ നന്നായിട്ട് തന്നെ കത്തനോണ്ട് പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ചുടുവെള്ളം ചേർത്താൽ അത്രയും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ പച്ചവെള്ളം ചേർത്തത്. നമ്മൾ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഇതാ നമ്മളതിൻ്റെ തേങ്ങ ചിരവിയുണ്ട്, അതിലേക്ക് ഒരു 4 ചെറിയുള്ളി, ഒരു ഇത്തിരി വെളുത്തുള്ളി കേട്ടോ, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വലിയ ജീരകം കേട്ടോ, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ പാനിൽ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടി പിടിക്കാതെ പെട്ടെന്ന് തന്നെ നല്ല ബ്രൗൺ കളറാകണ വരെ വറുത്തെടുക്കുക. ഒരുവിധം നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ സാമ്പാറിൻ്റെ പോലെ ഒരുപാട് കറക്കണ്ട, എന്നാൽ അത്യാവശ്യം മെറൂൺ കളറാവും വേണം. അപ്പോൾ അങ്ങനെ അതാ തേങ്ങയൊക്കെ നല്ല വറുത്തെടുത്തത് ചൂടാറാൻ വേണ്ടി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ കറി അതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്, അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ വറുത്ത തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ കേട്ടോ. ഇത് എനിക്ക് കുറച്ച് കറി മതി, അപ്പോൾ ഞാൻ ഇത് മാത്രമേ അരച്ചെടുക്കണുള്ളൂ. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഇനി കൂടുതൽ കറി വേണമെങ്കിൽ നമുക്ക് ഈ വറുത്ത തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ചത്തേങ്ങയും കൂടി ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറിയുടെ പാകമൊക്കെ നോക്കുക കേട്ടോ, ഉപ്പ്, കുറുക്കം, എരിവൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് കുറുക്കം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ മിക്സി അരച്ച് അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് അരപ്പ് അതിലേക്ക് തന്നെ ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളം പാകമായി. ഇത് പിന്നെ നമ്മൾ ഈ കറി കുറച്ച് കളറ് കുറവുണ്ടെങ്കിൽ നമ്മളിത് വറവിടുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്താൽ മതി കേട്ടോ. എനിക്കിത് ചിക്കൻ മുളക് പൊടി നല്ല എരിവുണ്ടായതുകൊണ്ട് ഞാൻ അത് ചേർക്കണില്ല. ഇവിടെ പൊതുവേ എരിവ് കുറവ് മതി, അത്യാവശ്യം എരിവും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ എരിവ് വേണ്ടവർക്കും അതേപോലെ നല്ല ചുമപ്പ് കളറ് കിട്ടാനും ചെയ്യേണ്ടത് ഇതാ ഉള്ളി വറവിട്ടല്ലോ, അതിൻ്റെ കൂടെ കറിവേപ്പില, ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് നമ്മൾ തീ ഓഫാക്കിയിട്ട് കേട്ടോ, കാശ്മീരി ചില്ലി ഇട്ട് ഒന്ന് വറുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല കളറും കിട്ടും. അപ്പോൾ അത് നമ്മൾ അടിപൊളി പത്തിരി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ താഴെ നിങ്ങളുടെ കമൻറ്റുകൾ കൂടി ഒന്ന് അറിയിക്കണേ.